എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 41 ഡിഗ്രിയുടെ മുകളിലാണ് പാലക്കാടൊക്കെ ചൂട് വരുന്നത്. അപ്പോൾ ചൂട് ഇനിയും കൂടിയേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എ സിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇപ്പോൾ എ സി 24 ഡിഗ്രിയുടെയൊക്കെ താഴേക്ക് പോലും ആളുകൾ ഇടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതേപോലെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ പ്രശ്നം അല്ലേ. അപ്പോൾ ഗ്യാസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ എല്ലാവരും ഇൻഡക്ഷൻ സ്റ്റൗവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് അടുത്ത മാസം വരുമ്പോൾ വലിയൊരു ബില്ല് വരാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ബില്ല് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എ സി ഉള്ള എല്ലാ വീട്ടിലും എ സിയുടെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 ഡിഗ്രി എന്ന് പറയുന്ന ഡീഫാൾട്ട് ടെമ്പറേച്ചറിനേക്കാളും നമ്മൾ താഴേക്ക് കൊണ്ടുവന്നാൽ, അതായത് 24 നിന്നും 20ലേക്കോ 21ലേക്കോ 19ലേക്കോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് ക്രമാതീതമായിട്ട് കൂടാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എ സിയുടെ ടെമ്പറേച്ചർ 24 ഡിഗ്രിയോ അതിന് മുകളിലേക്കോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്. 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അല്ലേ. അപ്പോൾ ആ ഫ്രിഡ്ജ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കറണ്ട് ബില്ല് വളരെയധികം കൂടാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിവസേന വൈകിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജ് ഓഫാക്കിയിടാം. അതായത് പീക്ക് ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരു 6:30 to 9:30 അല്ലെങ്കിൽ 6 to 9 ആ ഒരു ടൈമിൽ ഒരു 3 മണിക്കൂർ കൃത്യമായിട്ട് ഫ്രിഡ്ജ് എല്ലാ ദിവസവും ഓഫാക്കിയിടാം. അതേപോലെ തന്നെ 10 വർഷത്തിൽ പഴക്കം കൂടുതലുള്ള ഫ്രിഡ്ജുകൾ ഉണ്ടെങ്കിലും അതും ചെക്ക് ചെയ്യുക. മിക്കവാറും നല്ല ഡോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡോറിനിടയ്ക്കുള്ള ഗ്യാസ്കറ്റിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇതിൽ കൂടെ തണുപ്പ് പുറത്തേക്ക് പോകാനും അതുവഴി കംപ്രസറിൻ്റെ വർക്കിംഗ് കൂടാനും കറണ്ടിൻ്റെ ഉപയോഗം കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുക, അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസിൻ്റെ ഒരു ലഭ്യത കുറവുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഇപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം 2000 വാട്ട്സ് 1500 വാട്ട്സ് ആ ലെവലിലൊക്കെയാണ് പവർ വരുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ സമയം ഈ 2000 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ സ്റ്റവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2 യൂണിറ്റ് കറണ്ടാണ് ആവുക. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവ് പോലെയുള്ള അമിതമായ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതായത് പീക്ക് ലോഡ് ടൈമിൽ പരമാവധി ഉപയോഗം കുറയ്ക്കുക. അതായത് വൈകുന്നേര സമയങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാനുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സീലിംഗ് ഫാനുകൾ അത് പഴയ മോഡൽ ഇൻഡക്ഷൻ ടൈപ്പ് ഫാനുകളാണ്. അത് ഏകദേശം ഒരു 60 മുതൽ 80 വാട്ട്സ് വരെയൊക്കെയാണ് അത് പവർ എടുക്കുക. അപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 1 യൂണിറ്റ് കറണ്ട് ആവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലെ എല്ലാ ഫാനുകളും ഇപ്പോൾ മിക്കവാറും 24 അവർ തന്നെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ ഉപയോഗം വളരെയധികം കൂടാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാൻ ഓഫാക്കി വെക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗികമല്ല. അപ്പോൾ BLDC ഫാനുകൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. BLDC ഫാനുകൾ 30 വാട്ട്സിന് താഴെയൊക്കെയാണ് പവർ റേറ്റിംഗ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഫാനിൻ്റെ ഉപയോഗിക്കുന്ന കറണ്ടിനേക്കാളും വളരെ കുറച്ച് കറണ്ട് മാത്രമേ BLDC ഫാനുകൾക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സാധാരണ ഇൻഡക്ഷൻ ടൈപ്പ് ഫാനുകൾ ഉണ്ടെങ്കിൽ അത് കഴിയുമെങ്കിൽ അതെന്ത് ചെയ്യുക, BLDCയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ പുതിയ BLDC ഫാനുകൾ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇനി അവസാനമായിട്ട് പറയാനുള്ള 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീന്, അതേപോലെ തന്നെ മോട്ടോറ്, അയൺ ബോക്സ്, ഇങ്ങനെ നല്ല രീതിയിൽ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാം, പീക്ക് ലോഡ് സമയങ്ങളിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അതേപോലെ തന്നെ ഇവ ഒരേ സമയത്ത് ഉപയോഗിക്കാതിരിക്കാം. ഇപ്പോൾ വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ അയൺ ബോക്സും ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാം. അല്ലെങ്കിൽ മോട്ടോർ, ബോർവെല്ലിൻ്റെയൊക്കെ മോട്ടോർ ഉണ്ടെങ്കിൽ ആ മോട്ടോർ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്രമീകരണം കൂടി നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാസം കറണ്ട് ബില്ല് വരുമ്പോൾ ഷോക്ക് അടിക്കില്ല എന്നുള്ളതാണ്.
അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കറണ്ടിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം നിത്യേന പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്, നമ്മുടെ ലോഡ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണെന്നുള്ളത്. പൊതുവെ കറണ്ട് ചാർജ് കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നമ്മുടെ കറണ്ട് ചാർജ് കണക്ക് കൂട്ടുന്ന രീതി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മുടെ മിനിമം യൂണിറ്റിനേക്കാളും കൂടി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ യൂണിറ്റിൻ്റെ റേറ്റൊക്കെയാണ് മാറ്റം വരിക. അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും